السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. ബഹുമാനരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആദർശ സമ്മേളനം അതിൻ്റെ മൂർധന്യതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താകുന്ന നമ്മുടെ ആദർശത്തെക്കുറിച്ച് ഇതുവരെയുള്ള ഭാഷണങ്ങളിൽ നിന്ന് വ്യക്തമായ രീതിയിൽ നമ്മൾ ശ്രവിച്ചു കഴിഞ്ഞു. പരിശുദ്ധ ഇസ്ലാമാകുന്ന മഹത്തായ ആദർശത്തിൻ്റെ ജീവിത പദ്ധതിയുടെ ദൈവിക ദർശനത്തിൻ്റെ വക്താക്കളാണ് നമ്മൾ. ഈ ഒരു വലിയ അനുഗ്രഹം ജീവിതത്തിൽ ഉടനീളം വെച്ച് പുലർത്താനും മരണം വരെയും അത് സൂക്ഷിച്ചു നിർത്താനുമാണ് നമ്മുടെ അധ്വാനം. രണ്ട് പ്രവാചകന്മാരെ ഉദ്ധരിച്ച് മരണവക്രത്തിൽ അവർ അവരുടെ മക്കളോട് വിളിച്ച് ഇരുത്തി പറഞ്ഞുകൊടുത്ത ഉപദേശമായി ഖുർആൻ പറയുന്നത് സൂറത്തുൽ ബഖറയുടെ 132-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അള്ളാഹു നിങ്ങൾക്ക് ഇസ്ലാമിനെ മതമായി, ദർശനമായി, ജീവിത പദ്ധതിയായി തിരഞ്ഞെടുത്തു തന്നു. അതൊരു വലിയ അനുഗ്രഹമാണ്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇനി മുസ്ലിങ്ങളായിട്ടേ നിങ്ങൾ മരിക്കാവൂ. മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പുത്രരെ വിളിച്ച് മരണവക്രത്തിൽ നടത്തുന്ന ഒരു അന്വേഷണവും ഖുർആൻ തൊട്ടുടനെ ഉദ്ധരിക്കുന്നുണ്ട്. മാ തഅ്ബുദൂന മിൻ ബഅദി. എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? ഒരു പിതാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക, തൻ്റെ മക്കളോട് നടത്താനുള്ള ഏറ്റവും ഗൗരവമുള്ള ഉപദേശം, മാ തഅ്ബുദൂന മിൻ ബഅദി. എൻ്റെ ശേഷം നിങ്ങൾ ഏത് ആദർശധാര പിന്തുടരും? ഖാലൂ നഅ്ബുദു ഇലാഹക വഇലാഹ ആബായിക ഇബ്രാഹിമ വഇസ്മാഈല വഇസ്ഹാഖ്. ആ പിതാവിൽ നിന്ന് ദീന് പഠിച്ച മക്കൾ ഉച്ചസ്ഥരം പറഞ്ഞു, ടെൻഷൻ അടിക്കരുത്, വിഷമിക്കരുത്. ഞങ്ങളെല്ലാവരും അങ്ങ് പഠിപ്പിച്ച, അങ്ങയുടെ പിതാക്കളാകുന്ന ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, ഇസ്ഹാഖ് നബിയൊക്കെ പഠിപ്പിച്ച ജീവിത പദ്ധതിയിൽ തന്നെ നിലകൊള്ളും, ഇലാഹിനെ തന്നെ ആരാധിക്കും, മറ്റൊന്ന് മാറി ചിന്തിക്കൂല. ഈ മഹാപ്രവാചകന്മാർ എന്തിനാണ് ഖുർആൻ ഇவ்விധം ഉദ്ധരിക്കുന്നത്? അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു നിഅമത്താണ് ഇസ്ലാം. മറ്റു വിവിധങ്ങളായ ആദർശധാരകൾ നമ്മൾ കാണുന്നുണ്ട്, സംഹിതകൾ നമ്മുടെ മുമ്പിലുണ്ട്, വേദങ്ങൾ എന്ന പേരിൽ നിരവധിയായ ഗ്രന്ഥസമുച്ചയങ്ങളുമുണ്ട്. പക്ഷേ ദൈവികമാണെന്ന് ഉറപ്പിച്ചു പറയുന്ന ഏക ഗ്രന്ഥം അത് പരിശുദ്ധ ഖുർആനാണ്. അത് പരിശുദ്ധ ഖുർആനാണ്. ഖുർആനിൽ നിന്ന് വലിയ പണ്ഡിതന്മാർ നിർദ്ധാരണം ചെയ്ത പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഡെഫിനിഷൻ, തഅരീഫ്, തുഹ്ഫയുടെ 1-ാം വാള്യം 24-25 പേജുകളിൽ നമുക്ക് കാണാൻ പറ്റും. വലഹുൻ ഇലാഹി എന്ന് പറഞ്ഞാൽ അത് തുടങ്ങണം. ഇസ്ലാം എന്നാൽ ദൈവിക സംവിധാനമാകുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റും അതാണ്. ദീർഘമായൊരു സംസാരത്തിൻ്റെ സന്ദർഭമല്ല ഇത് എന്ന് നിങ്ങളെക്കാൾ എനിക്ക് ബോധമുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവസാനിപ്പിക്കാം. മറ്റെല്ലാ ആദർശങ്ങളെയും പുതിയ കാലത്തും കുറേ മുന്നേ മുതലും അവർ പറയുന്ന ധർമ്മസംഹിതകൾക്ക് വിരുദ്ധമായി ലിബറലിസം എന്ന താന്തോന്നിത്വം പിടിച്ചു കുലച്ചിരിക്കുന്നു. വെറുതെ പറയുന്നതല്ല, വിസ്തരിക്കാൻ സമയത്തിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ. ദൈവികമെന്ന് അവകാശപ്പെടാൻ പറ്റുമെങ്കിലും അടിസ്ഥാനപരമായി അങ്ങനെയൊക്കെ ചില സാധ്യതകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും അവരുടെ മതഗ്രന്ഥങ്ങളിൽ ഇന്നുള്ള ആദർശങ്ങളെപ്പോലും പാലിക്കാത്ത, അംഗീകരിക്കാത്ത ഒരു ജീവിത പദ്ധതിയെ അവർ അനുധാവനം ചെയ്യുന്നു. പന്നിയുടെ കാര്യം എടുക്കാം നമുക്ക്. ആവർത്തന പുസ്തകത്തിലും പുറപ്പാട് പുസ്തകത്തിലും തൊടാൻ പാടില്ലെന്നും തൊട്ടടുത്ത് തൊടാൻ പാടില്ലെന്നും അതിൻ്റെ മാംസം ഭക്ഷിക്കാൻ പാടില്ലെന്നും കൃത്യമായി പറയുന്നുണ്ട്. ഇത് വെച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മതാനുയായികളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പന്നിമാംസം ഉപയോഗിക്കുന്നത്. മദ്യത്തെക്കുറിച്ച് പറയുമ്പോൾ യോവേൽ എന്ന് പറയുന്ന പഴയ നിയമം ബൈബിളിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ മദ്യം ചുണ്ടോടടുപ്പിക്കുന്നവൻ സ്വർഗരാജ്യം അവകാശമാക്കില്ലെന്ന് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് കേരളത്തിൽ പ്രൈവറ്റായിട്ട് മദ്യം നിർമ്മിക്കാനുള്ള 26 ലൈസൻസുകളിൽ 23 ക്രൈസ്തവ സഭകൾ കാണുന്നത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും. അബ്കാരി ലൈസൻസ് മദ്യം നിർമ്മിക്കാൻ. വീഞ്ഞാണെന്ന ന്യായീകരണമൊക്കെ എനിക്കറിയാം. ഇതൊരു താരതമ്യ വേദി അല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. എൻ്റെ ഉദ്ദേശം
മതങ്ങളായി നിലനിൽക്കുന്നവയെ തന്നെ ലിബറലിസം എത്രമേൽ ബാധിച്ചു എന്ന് പ്രിയപ്പെട്ട സഹസ്യരെ ബോധ്യപ്പെടുത്തൽ മാത്രമാണ്. ഓരോന്നും നമുക്കെടുത്ത് പരിശോധിക്കാം. അന്യപെണ്ണിനെ നോക്കിയാൽ എന്താ ശിക്ഷ? ബൈബിൾ അനുസരിച്ച് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ കണ്ണ് ചൂന്ന് കളയണം എന്നാണ്. ഇന്ന് ഈ നിയമത്തെ ആരൊക്കെ പാലിക്കുന്നു എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയുള്ള കാമമോഹങ്ങളിൽ പെട്ടുപോയാൽ തീരെ വൃത്തിയില്ലാത്ത നരകത്തിൽ പതിക്കുമെന്ന് ശ്രീമദ് ഭഗവത്ഗീതയുടെ 16-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിലുണ്ട്. കാമങ്ങളിലും ക്രോധങ്ങളിലും വിവിധങ്ങളായ ചിന്തകളിലൊക്കെ വ്യാപരിക്കുന്നവർ പതന്തി നരകേഷുജോ, തീരെ വൃത്തിയില്ലാത്ത നരകത്തിൽ പതിക്കും. പക്ഷെ ഇതാരാണെന്ന് വെച്ചു പുലർത്തുന്നത്? ഏറ്റവും ലാസ്റ്റ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് പറയുന്ന കത്തോലിക്ക സഭയുടെ ഏറ്റവും പരമാധികാരി, അദ്ദേഹം എല്ലാ ക്രൈസ്തവ ഇടവകകളിലേക്കും നൽകിയ ഒരു നോട്ടീസുണ്ട്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ നടക്കുന്ന ലെസ്ബിയൻ ഗേ വിവാഹങ്ങളിൽ അവിടെയുള്ള ചർച്ച് കമ്മിറ്റിയും അവിടെയുള്ള പുരോഹിതന്മാരും പങ്കെടുക്കണമെന്നും വിവാഹ കുർബാന നടത്തണമെന്നും അനുഗ്രഹ പ്രാർത്ഥന നടത്തണമെന്നും അദ്ദേഹം തിട്ടൂരിറക്കിയിരിക്കുന്നു. ലെസ്ബിയൻ ഗേ വിവാഹങ്ങളൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ആണിനെ കെട്ടൽ, പെണ്ണിനെ കെട്ടൽ, തോന്നികളായി ജീവിക്കൽ. ഇന്നതിൻ്റെ ഐക്കണായിട്ട് കേരളത്തിൽ പരിചയപ്പെടുത്തപ്പെടുന്ന ആലുവക്കാരെയും താമരശ്ശേരിക്കാരെയും ഒക്കെ ഉണ്ട്. ആണിനെയും പെണ്ണിനെയും കെട്ടി ജീവിക്കുന്ന LGBTQIA+ എന്ന് പറയുന്ന വൃത്തികേടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ട്രംപ് അധികാരത്തിൽ വന്ന അന്ന് അയാൾ നടപ്പിലാക്കിയ നമുക്കൊക്കെ ഒരു സന്തോഷം തോന്നുന്ന ഒരു നിയമമുണ്ട്. അമേരിക്കയിൽ ഇനി ആണും പെണ്ണേ ഉള്ളൂ, അതിൻ്റെ ഇടയിലുള്ള ഈ ഒപ്പിക്കൽസുകളില്ല എന്നും പറഞ്ഞിട്ട്. അവരുടെ ചിഹ്നമാണ് മഴവിൽ. അദ്ദേഹം പറഞ്ഞു റെയിൻബോ ആകാശത്തുണ്ടാകും, കൊടിയിലേക്ക് ഇറങ്ങരുത് എന്ന്. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ LGBTQIA+ എന്ന് പറയുന്ന റഷ്യൻ ഗവൺമെന്റ് തീവ്രവാദികൾ എന്ന ഗണത്തിൽപ്പെടുത്തിയ, ചൈനീസ് ഗവൺമെന്റ് ഇവിടെ പാടില്ലെന്ന് ഉറക്കെ പറഞ്ഞ, നമ്മുടെ നാട്ടിൽ വണ്ടി ഡെക്കറേഷൻ ചെയ്താൽ അവരിൽ നിന്ന് ഫൈന് പിടിച്ചിട്ട് ഇവറ്റങ്ങൾക്ക് അവരുടേതായ സ്വകാര്യ മേഖലകൾ ഡെക്കറേഷൻ ചെയ്താൽ ഗവൺമെന്റ് പണം അനുവദിച്ചു കൊടുക്കുന്ന ടീം. ലെസ്ബിയൻ ഗേ വിവാഹം ഇത് ലോകത്തിന് വലിയൊരു ഭീഷണിയാണ്. ഞാൻ അങ്ങോട്ടൊന്നും കടക്കണില്ല, വളരെ പരിമിതമായ സമയമേ എൻ്റെ മുമ്പിലുള്ളൂ. ഈ ടീമിനെ കല്യാണത്തിൽ സഹായിക്കണമെന്നും അവർക്ക് നിങ്ങൾ കുർബാന നടത്തി കൊടുക്കണമെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിയമം വരികയാണ്. ഇത് ഏത് ബൈബിൾ ഉണ്ടാകുമ്പോഴാണ്? സ്ത്രീയോടെന്ന പോലെ പുരുഷനോടൊപ്പം ശയിക്കുന്നവൻ അഭിശപ്തനാകുന്നു, മ്ലേച്ഛനാകുന്നു, അവനെ നഗരാതിർത്തിയിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കണം എന്ന് പറയുന്ന ബൈബിൾ ഉണ്ടായിരിക്കെ. മതങ്ങളെ മൊത്തം ഈ ഒരു ലിബറലിസം, ഈ ഒരു താന്തോന്നിത്വം ബാധിച്ച് കീഴടക്കിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ ഇസ്ലാമിലേക്ക് അത് ഒരു വശത്തുകൂടെയും കടന്നു വരാതെ നേരം വെളുക്കോളവും വൈകുന്നേരവും ജീവിതത്തിലുടനീളം കാവൽ നിൽക്കേണ്ടവരാണ് നമ്മളെല്ലാവരും. അൽഹംദുലില്ലാഹ്, മുഅ്മിനീങ്ങളിൽപ്പെട്ട ചില ആളുകളൊക്കെ അങ്ങിങ്ങായി ചില അധർമ്മങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ മതപരമായോ പ്രമാണപരമായോ അതിനെ ന്യായീകരിക്കുന്ന ഒരു ശൈലിയിലേക്ക് സമൂഹം ഇതുവരെ അത് പതിച്ചിട്ടില്ല. ഒന്ന്. രണ്ടാമതായി, ഈ സമൂഹം കൃത്യമായ രീതിയിൽ അവരുടെ മതവിധി പുലർത്താനുള്ള ശ്രമം നടത്തുന്നു. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഷെയ്ഖുന കാന്തപുര ഉസ്താദൊക്കെ ചാനലുകളിൽ വടിച്ചയക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ടവർ ധീരമായി ഒരു കാര്യം പറഞ്ഞു. ഇതുവരെയും ഒച്ചാനിച്ച് നിന്നവർക്കൊക്കെയും അതിനെ പിന്തുണയ്ക്കേണ്ടി വന്നു. മടവൂരടക്കം, ഹുസൈൻ മടവൂരടക്കം മറ്റ് പല ഉസ്താദൊക്കെ എന്തെങ്കിലും പറയുമ്പോഴേക്ക് സൈക്കിൾ എടുത്ത് കൂടുന്നവരൊക്കെയും അതിനെ പിന്തുണയ്ക്കേണ്ടി വന്നു. ആണും പെണ്ണും ഒന്നിച്ച് വ്യായാമം ചെയ്യാൻ പാടില്ല എന്ന്. ഇന്നും അത് ചർച്ചയാണ്, ഇന്നും ഒരു ചർച്ചയാണ്. ആ വിഷയത്തിൽ ഒരിക്കൽ പോലും അഭിപ്രായം പറയേണ്ടാത്ത ചില രാഷ്ട്രീയ നേതാക്കളൊക്കെ അത് കൊത്തിപ്പിടിച്ച് പിറകെ കൂടിക്കൊണ്ടിരിക്കുന്നു. ആർക്ക് ഈർഷ്യത വന്നാലും ആർക്ക് പ്രകോപനം ഇറങ്ങിയാലും നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇന്ന് പോലും ഒരു സംസ്ഥാന പാർട്ടിയുടെ സെക്രട്ടറി പറയുന്നത്. എന്ത് തോന്നിയാസാണെന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. എന്താ എല്ലാവരും ഇസ്ലാമിനിട്ട് ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നത്? അദ്ദേഹം ആ ഒരു ചർച്ച നടത്തി പരമാവധിക്കപ്പുറം ലഭ്യമായി, അയാൾക്ക് കിട്ടിയില്ല. പക്ഷെ ചോദിച്ചു വാങ്ങി, എരന്ന് സ്വീകരിച്ചു. സർവരും അതിനെതിരെ പ്രതികരിച്ചു. അങ്ങനെ ഉയർന്ന് നിൽക്കുമ്പോൾ ഞാനതിൽ നിന്ന് മാറുക എന്നുള്ളതല്ല വിചാരിച്ചത്. നേരെ മറിച്ച് പിന്നെയും പറഞ്ഞു, ആര് ക്രൗര്യം കാണിച്ചാലും നമ്മളത് സമത്വത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. KSRTC ബസ്സിൽ ചിലപ്പോഴൊക്കെ വനിതാ കണ്ടക്ടർ ഉണ്ടാകും. വനിതാ കണ്ടക്ടറുള്ള KSRTC ബസ്സിൽ കണ്ടക്ടർ ഇരിക്കുന്ന ബാക്കിലെ ഡോറിൻ്റെ തൊട്ടുടനെയുള്ള സീറ്റിൻ്റെ മുകളിൽ ഒരു പ്രത്യേക ബോർഡുണ്ട്. വനിതാ കണ്ടക്ടറുള്ള ബസ്സിൽ
കണ്ടക്ടറുടെ സീറ്റിൽ പെണ്ണ് മാത്രമേ ഇരിക്കാവൂ. ഈ രാഷ്ട്രീയ നേതാവൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഭരണകൂടം പുറത്തിറക്കുന്ന പൊതുവാഹനത്തിൽ വനിതാ കണ്ടക്ടർ ഇരിക്കുന്നിടത്ത് വനിതകൾ മാത്രമേ ഇരിക്കാവൂ എന്ന് കൃത്യമായി എഴുതി വച്ചിരിക്കുന്നു. എവിടെയാണ് സമത്വം? ആരാണ് ഈ സമത്വത്തെക്കുറിച്ച് പറയുന്നതിനപ്പുറം പ്രയോഗരംഗത്തേക്ക് കൊണ്ടുവന്നത്? പോളിറ്റ് ബ്യൂറോ മെമ്പർമാരെ മൊത്തം പരിശോധിക്കുക, എത്ര പെണ്ണുങ്ങളുണ്ടായി? സെക്രട്ടറിമാരെ പരിശോധിക്കുക, എത്ര പെണ്ണുങ്ങളുണ്ടായി? എത്ര പ്രാവശ്യം ഈ സ്റ്റേറ്റിലും മറ്റിടങ്ങളിലും ഭരണത്തിലേറി എത്ര വനിതാ മുഖ്യമന്ത്രിമാരുണ്ടായി? എല്ലാം സഹിച്ച് മോഹഭംഗം കൊണ്ട് അവസാനം ഗൗരിയമ്മക്കൊക്കെ വേറൊരു പാർട്ടി രൂപീകരിച്ച് പോകേണ്ടി വന്നു. ഞാൻ ഏതെങ്കിലും പാർട്ടിയെ പറയാനല്ല വേദി ദുരുപയോഗം ചെയ്യുന്നത്. ഉസ്താദ് ദീനിൻ്റെ ഒരു കാര്യം പറയുമ്പോഴേക്ക് പിറകെ കൂടാണ്. ഒരു സംഗീത് ചാനലുണ്ട് ഏഷ്യാനെറ്റ് എന്ന പേരിൽ. ഇന്ന് അവർ നടത്തിയ ഇത് സംബന്ധമായ ചർച്ചയുടെ പേര് പോലും എത്രമേൽ വികൃതമാണ്. മദ്യപ്പുഴയും ഹൂറികളും എന്നായിരുന്നു. മദ്യപ്പുഴയും ഹൂറികളും. ഇതുമായി പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. പെണ്ണൊന്നിച്ച് എക്സസൈസ് ചെയ്യണോ എന്നത് ചർച്ച ചെയ്യുന്ന ചാനലിൽ ആ പ്രോഗ്രാമിന് അവർ പേരിടുന്നതും ഹൈലൈറ്റ് ചെയ്യുന്നതും മദ്യപ്പുഴയും ഹൂറികളും എന്നാണ്. ഇടക്കാലത്ത് സുകുമാരൻ നായർ അങ്ങനെ ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാണ് സ്വർഗത്തിൽ പോയി ഹൂറികളെ കണ്ടുവന്നതെന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം, മതദർശനങ്ങളിൽ പലതും പറയുന്നു. അതെല്ലാം ഓടി വെച്ച് ഈ പുതിയ ലിബറൽ കാലത്തോട് ഒത്തൊരുമിച്ച് ഞങ്ങളും നിങ്ങളുടെ ആളുകളാണെന്നും പറഞ്ഞിട്ട് നല്ല പിള്ള ചമയാൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിനത് അങ്ങനെ പറ്റൂല. എന്തുകൊണ്ട്? ഇത് ദൈവിക സംവിധാനമാണ്. ഇതിൻ്റെ ആദർശം സുഭദ്രമാണ്. ഇതിൻ്റെ പ്രമാണങ്ങൾ യുക്തിഭദ്രമാണ്. ഒരു ചെറിയ വൈകല്യം പോലും ബാധിക്കാത്ത വിധം അവ സുരക്ഷിതമാണ്, സംരക്ഷിതമാണ്. അവകാശവാദമല്ല. പരിശുദ്ധ ഖുർആന്റെ കാര്യം മാത്രം എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുക. ഈ ഖുർആൻ സംരക്ഷിക്കാൻ വേണ്ടി പടച്ച റബ്ബ് ദുനിയാവിൽ നടപ്പിലാക്കിയ എത്രയെത്ര മഹാത്ഭുതങ്ങളാണ്. ചെറിയ 27 പുസ്തകങ്ങളാണ് പുതിയ നിയമം എന്ന് പറയുന്ന ബൈബിൾ. ഇതുവരെ അത് കാണാതെ പഠിച്ചൊരൊറ്റ മനുഷ്യനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. 2 കോടിയിലേറെ മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ സൂറത്തുൽ ഫാത്തിഹ മുതൽ അന്നാസ് വരെ 600 ചില്ലാനം പേജ് കൃത്യമായി കാണാതെ ഇരിക്കുന്നുണ്ട്. 2 കോടിയിൽ പരം. ഒരു ലോക ഭരണാധികാരി വരുന്നു, അദ്ദേഹം എല്ലാ ഖുർആന്റെ പ്രതികളും കണ്ടുകെട്ടുന്നു. ഖുർആനിൻ്റെ ആപ്പുകളെല്ലാം അയാൾ ഒരു പ്രത്യേകമായ ആപ്പ് ഉപയോഗിച്ച് പ്രവർത്തനരഹിതമാക്കുന്നു. നേരം വെളുക്കുമ്പോഴേക്ക് ഖുർആൻ ആയിരക്കണക്കിന് പ്രതി പ്രിന്റ് ചെയ്ത് സുബഹി ജമാഅത്ത് കഴിഞ്ഞാൽ അത് ഓതാനുള്ള സംവിധാനം ഈ സമൂഹത്തിന് മാത്രം സാധ്യമാണ്. ചെറിയ സംഗതിയല്ല അത്. ലോകത്തെ ഏറ്റവും കൂടുതൽ കത്തോലിക്ക ക്രിസ്ത്യാനികൾ തിങ്ങിപ്പാർക്കുന്ന 2ാമത്തെ ഇടം കോട്ടയം പാലയാണ്. പല പ്രാവശ്യം അതിലൂടെ സഞ്ചരിച്ചവരുണ്ടാകും. ഞാൻ എന്തായാലും കുറെ വട്ടം പോയിട്ടുണ്ട്. ഒരു സ്ഥലത്ത് പോലും കുല്ലിയത്തു തഹ്ഫീദിൽ ബൈബിൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇന്ന് ഈ സ്റ്റേജിൽ സമ്മാനം കൊടുത്തത് 5ഉം 6ഉം ഹാഫിദുകൾക്കാണ്. ഇന്ന് ഈ സ്റ്റേജിൽ വിവിധങ്ങളായ മത്സരങ്ങളിൽ ഉന്നത വിജയം നേടിയ കുഞ്ഞുങ്ങൾക്ക് സമ്മാനം കൊടുത്തത് എല്ലാവരുടെയും പേരിന് മുന്നിൽ ഹാഫിദ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. എന്തുകൊണ്ട്? ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ചിട്ടുണ്ട്. ഈ പ്രോഗ്രാമിൽ നിന്ന് പരമാവധി ഒഴിവാവാൻ ഞാൻ ശ്രമിച്ചപ്പോഴൊക്കെ എന്നെ പിന്തുടർന്ന് 4 ദിവസമായി പലപ്പോഴുമായി ബന്ധപ്പെട്ട ഒരു കുട്ടിയുണ്ട്. അവനും ഹാഫിളാണ്. 2 കോടി ചില്ലാനം ഹാഫിളുകളുടെ പ്രതിനിധികൾ. ലോകത്ത് മറ്റൊരു ദർശനത്തിനും ധർമ്മ ഗ്രന്ഥത്തിനും ഇത് സാധ്യമേ അല്ല. പരിശുദ്ധ ഖുർആന്റെ ഭാഷയെക്കുറിച്ച് നമ്മളൊന്ന് പഠിച്ചു നോക്കൂ. മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്താണ് അറബി ഭാഷ രൂപപ്പെടുന്നത്. 4000 ചില്ലാൻ വർഷമായി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഖുർആനുമായി വന്നിട്ട് 1500 വർഷമായി. അന്ന് ഹബീബായ നബിതങ്ങൾ പ്രയോഗിച്ച ഹദീസിലെ ഒരു പദം, അവിടുന്ന് നമുക്ക് ഓതിത്തന്ന പരിശുദ്ധ ഖുർആനിലെ ഒരു സൂക്തം 1500 വർഷമെന്ന 1.5 സഹസ്രാബ്ദത്തിൻ്റെ ദീർഘമായ പീരീഡിനിടക്ക് ഇന്നത്തെ ഒരു അറബി പഠിച്ചയാൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലല്ല, ഇന്നെല്ലാവർക്കും അത് മനസ്സിലാകും. ഒരു വലിയ അത്ഭുതമാണത്. 600 വർഷമായിട്ടില്ല ഷേക്സ്പിയർ മരണപ്പെട്ടിട്ട്. അദ്ദേഹത്തിൻ്റെ ഡ്രാമ ഇംഗ്ലീഷിൽ വായിക്കണമെങ്കിൽ ഇംഗ്ലീഷിലേക്കോ മറ്റു ഭാഷയിലേക്കോ പണ്ടങ്ങാണ്ട് ആരെങ്കിലും ട്രാൻസ്ലേഷൻ ചെയ്തിരിക്കണം. ഇന്നത് വായിച്ചാൽ നമുക്ക് മനസ്സിലാകില്ല. ഒരു 40-50 വർഷം മുന്നേ നമ്മുടെ വസ്തുവിൻ്റെ ആധാരം തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്നതെടുത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാകില്ല. മുത്തശ്ശി പത്രങ്ങളൊക്കെ അവരുടെ എഡിറ്റോറിയൽ കോളത്തിൽ 100 വർഷം മുന്നേയുള്ള അവരുടെ ഒരു റിപ്പോർട്ട് കൊടുക്കാറുണ്ട്. അത് വായിച്ചു നോക്കുക. നമുക്ക് കഷ്ടപ്പെട്ടാലും തിരിയാൻ പ്രയാസമാണ്. ഞാൻ പാലക്കാടിൻ്റെ മണ്ണിലാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ കരിമ്പനകളെക്കുറിച്ച്, യക്ഷികളെക്കുറിച്ച്, ഗന്ധർവന്മാരെക്കുറിച്ച്, അല്ലാപ്പിച്ച മൊല്ലാക്കയെക്കുറിച്ച് OV വിജയൻ കഥ എഴുതിയിട്ട് 30 വർഷമായി.
ഖസാക്കിന്റെ ഇതിഹാസം. പാലക്കാടിന്റെ മൗലികത വിശദീകരിച്ച് OV വിജയൻ എഴുതിയ ആ പുസ്തകം ഒരു പേജ് വായിച്ചിട്ട് അത് മുഴുവൻ മനസ്സിലാക്കാൻ മലയാളത്തിൽ PG കഴിഞ്ഞവർക്ക് പോലും ഇന്ന് സാധ്യമല്ല. അത്രയ്ക്ക് ഭാഷയിൽ വ്യത്യാസം വന്നു എന്നർത്ഥം. മലയാളത്തിലെ ലക്ഷണമൊത്ത നോവലായിട്ട് അറിയപ്പെടുന്നത് ചന്തുമേനോന്റെ ഇന്ദുലേഖയാണ്. ചന്തുമേനോന്റെ ഇന്ദുലേഖയിൽ പ്രധാന കഥാപാത്രമാകുന്ന സൂര്യ നമ്പൂതിരിപ്പാട് പറയുന്ന വാക്കുകൾ ഇന്നു മനസ്സിലാവണമെങ്കിൽ നമുക്ക് ട്രാൻസ്ലേഷൻ ചെയ്യേണ്ടി വരും. ഏത് ഭാഷയുടെയും അവസ്ഥ എങ്ങനെയാണ്? ഷേക്സ്പിയറിന്റെ ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞു, ഖസാക്കിന്റെ ഇതിഹാസത്തിലെ മലയാളം ഞാൻ പറഞ്ഞു. 1500 വർഷം ദീർഘമായൊരു പീരീഡാണ്. അതിനിടക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന ഈ പരിശുദ്ധമായ ഖുർആനിൻ്റെ ഭാഷയിലേക്ക് വിവിധങ്ങളായ ഭാഷകളെ കുത്തിത്തിരുകാനുള്ള പ്രവർത്തനങ്ങളുണ്ടായി ഓറിയന്റലിസ്റ്റുകളുടെ നേതൃത്വത്തിൽ. അതുകൊണ്ട് ഗൾഫിലൊക്കെ പോയാൽ മോഡേൺ അറബി വായിക്കുമ്പോൾ മൊത്തം ഇംഗ്ലീഷായിട്ട് നമുക്ക് തോന്നുന്നത്. ഇങ്ങനെയുള്ള വിവിധങ്ങളായ ആന്തോളനങ്ങളെല്ലാം അറബി ഭാഷയിൽ ബോധപൂർവം സംഭവിച്ചിട്ടും പരിശുദ്ധ ഖുർആനിൽ ഒരു വരി വായിച്ചാൽ അത് മനസ്സിലാകാത്ത അറബി പഠിച്ച ഒരാൾ പോലും ഉണ്ടാവില്ല. ഈ ഭാഷയെ അത്രമേൽ പടച്ച റബ്ബ് സംരക്ഷിച്ചു. വേണമെങ്കിൽ നമുക്കൊരു ഉദാഹരണം പറഞ്ഞു നോക്കാം. ഇന്ന് അറബി സാന്ത്വന സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന പുസ്തകമാണ് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അതിന്റെ പേരതാ, ടെൻഷൻ അടിക്കരുത്, അള്ളാഹു കൂടെയുണ്ട്. അറബി സാന്ത്വന സാഹിത്യത്തിൽ ഇക്കഴിഞ്ഞ മാസം നടന്ന ഷാർജ ബുക്ക് ഫെയറിന്റെ മുന്നത്തെ വർഷം നടന്ന ഷാർജ ബുക്ക് ഫെയറിൽ ബെസ്റ്റ് സെല്ലറായിരുന്നു ഈ പുസ്തകം. അതിൻ്റെ പേര് ആധുനാധുന കാലത്ത് വിരചിതമായ ഒരു സാന്ത്വന സാഹിത്യം പുസ്തകത്തിന്റെ പേര് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ടെൻഷൻ അടിക്കരുത്, അള്ളാഹു കൂടെയുണ്ട്. ഹബീബിന മുഹമ്മദ് റസൂലുള്ളാഹി പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവുമായി യസ്രിബിലേക്കുള്ള ഹിജറ യാത്രയിൽ ഗാർസോറിൽ വിശ്രമിക്കുന്ന സന്ദർഭത്തിൽ ശത്രുക്കൾ അതിൻ്റെ തൊട്ടടുത്തെത്തിയപ്പോൾ ടെൻഷൻ അടിച്ചുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഹബീബായ നബി തങ്ങളോട് പറയുന്നു, ഇതേ ശത്രുക്കൾ വന്നു, അവരൊന്ന് കുനിഞ്ഞു നോക്കിയാൽ നമ്മെ കണ്ടുപോകും. ആ സന്ദർഭത്തിൽ 1500 വർഷം മുന്നേ ഹബീബിന മുഹമ്മദ് റസൂലുള്ളാഹി പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ മുഖത്ത് നോക്കി പ്രഖ്യാപിച്ച വചനമാണ് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ഖുർആൻ അത് ഉദ്ധരിക്കുന്നു. ആ ഒരു പദം ആധുനികകാലത്തുള്ളതായ ഒരു പുസ്തകത്തിന് നേർക്കുനേർ പേരായി വരുന്നു. 30 വർഷം മുന്നേ രചിക്കപ്പെട്ട ഖസാക്കിന്റെ ഇതിഹാസത്തിൽ നിന്ന് അല്ലാപ്പിച്ച മൊല്ലാക്ക പറഞ്ഞൊരു വർത്തമാനം പുതിയൊരു കാലത്തൊരു പുസ്തകത്തിന് പേരിട്ടാൽ ഇത് ഏത് ഭാഷയിലുള്ള പുസ്തകമാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടി വരും. 1500 വർഷം മുന്നേ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ആ ഒരു പദം, ഖുർആൻ ഉദ്ധരിക്കുന്ന ആ ഒരു സൂക്ത ഭാഗം മനുഷ്യന് മനസ്സിലാകാൻ ഒരു പ്രയാസവുമില്ലാത്ത വിധം ഇന്നും ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന പുസ്തകത്തിന്റെ പേരായി അത് മാറുന്നു. ഹദീസ് പ്രമാണങ്ങളെ കുറിച്ച് നേരത്തെ മാലിക്കുൽ ഉസ്താദ് സൂചിപ്പിക്കേണ്ടായി. ഒരു മനുഷ്യന്റെ ജീവിതം, അവിടുത്തെ സംസാരം, അവിടുത്തെ അംഗീകാരങ്ങൾ, ഇത് ശേഖരിക്കാനും കാതോട് കാതോരം ഒന്നാം ഘട്ടത്തിലും പിന്നീട് ലിഭ്യന്തരങ്ങളോടുകൂടെ ഇതുവരെയും നിലനിന്ന് കൈമാറി പോരാൻ വേണ്ടി ആയിരക്കണക്കിന് മനുഷ്യരുടെ ഫുൾ ഡീറ്റെയിൽസ് കാണാതെ പഠിച്ചു ഒരു വലിയ സംഘം. ചില്ലറ സംഭവമല്ല. ഈ ഒരു ആദർശ പ്രസ്ഥാനത്തിന് മാത്രം അവകാശപ്പെടാൻ പറ്റുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം സമൂഹത്തിന് പകർന്നു നൽകാൻ വേണ്ടി മാത്രം ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവിതം മുഴുവനും രേഖപ്പെട്ടു. നിരവധി ഉപശാഖകളുള്ള മഹത്തായ ഒരു വിജ്ഞാന ശാഖ രൂപപ്പെട്ടു. ലോക ചരിത്രത്തിൽ മറ്റൊരാൾക്ക് ഓർക്കാൻ പോലും കഴിയാത്ത മഹാ അത്ഭുതം അള്ളാഹിന്റെ റസൂലിന്റെ കാര്യത്തിൽ മാത്രം സംഭവിക്കുന്നു. ഗാന്ധിജി കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. ശിവഗിരിയിൽ പോയിട്ട് ശ്രീനാരായണ ഗുരുവുമായി സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ശിവഗിരി ആശ്രമത്തിലേക്ക് കയറിയത് ഏത് കാലം മുന്നിൽ വെച്ചാണെന്ന് നമുക്കറിയില്ല. അദ്ദേഹം ട്രെയിൻ ഇറങ്ങിയത് ഏത് കാലം മുന്നിൽ വെച്ചാണെന്ന് നമുക്കറിയില്ല. അദ്ദേഹവും പ്രിയപ്പെട്ട ഭാര്യ കസ്തൂർബയും തമ്മിലുള്ള ലൈംഗിക ബന്ധവും രീതിയും ജീവിതവും അദ്ദേഹത്തിന്റെ സ്വകാര്യതകളും എങ്ങനെയെന്ന് നമുക്കറിയില്ല. 6 കൊല്ലമായിട്ടേ ഉള്ളൂ ഒരു ദക്ഷിണാഫ്രിക്കൻ വിപ്ലവ നായകൻ നെൽസൺ മണ്ടേല മരണപ്പെട്ടിട്ട്. അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്ന സന്ദർഭത്തിൽ, വഫാത്താകുന്ന സന്ദർഭത്തിൽ അവിടുത്തെ താടി രോമങ്ങളിൽ എത്രയെണ്ണം നരച്ചിരുന്നുവെന്ന് പോലും കൃത്യമായി സമൂഹത്തിനറിയാം. വളരെ വ്യക്തമായ രീതിയിൽ അത് രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹദിയ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയെ ചൂണ്ടിയിട്ട് പറഞ്ഞ പ്രസിദ്ധമായ ഒരു ഹദീസ്, അല്ലിമൂ ശിത്ര ദീനിക്കും അന്നാദിഹിൽ ഹുമൈറ, ഈ ചുമന്ന പെൺകുട്ടിയിൽ നിന്ന് നിങ്ങളുടെ ദീനിന്റെ അർദ്ധഭാഗം സ്വീകരിക്കണം. മനുഷ്യനെന്ന വിധം മനുഷ്യന്റെ ദാമ്പത്തിക ജീവിതം വളരെ പ്രധാനമാണ്.
അതും ദൈവവിധി അനുസരിച്ച് നടക്കണം, ഇലാഹി ദർശനം അനുസരിച്ച് മുന്നോട്ട് പോകണം. അതുകൂടെ പഠിപ്പിക്കാനാണ് പ്രവാചകന്മാർ വന്നത്. ഹബീബായ നബി തങ്ങളുമായി ഇണങ്ങിച്ചേർന്ന് എങ്ങനെയാണ് കുടുംബജീവിതമെന്ന് കൃത്യമായി പഠിച്ച ബുദ്ധിമതിയായ ഓർമ്മശക്തിയുള്ള ഒരു പെൺകുട്ടി ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിലേക്ക് വരണം. അതുകൊണ്ട് ആയിഷത്തു സിദ്ദീഖ ചെറുപ്രായത്തിൽ ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ജീവിത സഖിയാകുന്നത്. ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ് നമ്മൾ. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെടുമ്പോൾ ആയിഷ ബീവിക്ക് 19 വയസ്സ് മാത്രം പ്രായം. പിന്നീട് 45 വർഷം അവിടുന്ന് ജീവിച്ചു. 45 വർഷം. ഈ ദീർഘമായ പീരീഡുകളിൽ പരിശുദ്ധ ഇസ്ലാമിനെ കൃത്യമായി പഠിപ്പിക്കലായിരുന്നു മഹദി നിർവഹിച്ച ഏറ്റവും വലിയ ധർമ്മം. അബ്ദുല്ലാഹി ഇബ്നു സഖർ എന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കഴിച്ചാൽ ഏറ്റവും കൂടുതൽ ഹദീസ് നിവേദനം ചെയ്യുന്നതും ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയാണ്. സുബഹിസ്കാരം കഴിഞ്ഞ് ദിക്റും സലാത്തൊക്കെ കഴിഞ്ഞ് ഖുർആൻ പാരായണം കഴിഞ്ഞ് മഹദി വീടിന്റെ ഫ്രണ്ടിൽ വന്നിരിക്കും. മറക്കപ്പുറത്ത് ഓരോരുത്തരായിട്ട് വരും. ഉമ്മി, ഞങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതിന് പരിഹാരം എന്ത്? മഹദി പറഞ്ഞു കൊടുക്കും. ആ വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ സ്വന്തം പിതാവ് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുണ്ട്. ധീരനും വീരനും വില്ലാളിയുമായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് തങ്ങളുണ്ട്. അങ്ങനെ വൻകിട സഹാബികളെല്ലാവരുമുണ്ട്. മഹാന്മാരാകുന്ന താബിഉകളിലെ ഹദീസ് പ്രമുഖരെല്ലാം ഉണ്ട്. മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു ഉദാഹരണം, വലിയ മഹാൻ. ഇമാം ബുഖാരി തങ്ങൾ അവിടുത്തെ സ്വഹീഹിൽ 19 ഇടത്ത് റാവിയായിട്ട് കൊണ്ടുവന്നു. ഇമാം മുസ്ലിം തങ്ങൾ അവിടുത്തെ സ്വഹീഹിൽ 30 ഇടത്ത് റാവിയായി കൊണ്ടുവന്നു. അബൂദാവൂദ് തങ്ങൾ അവിടുത്തെ സ്വഹീഹിൽ 217 ഇടത്ത് റാവിയായി കൊണ്ടുവന്നു. മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ അവിടുന്ന് ആയിഷ ബീവിയുടെ പ്രധാന ശിഷ്യനാകുന്നു, താബിഈയാകുന്നു. ഈ വിജ്ഞാന പ്രസരണം കൃത്യമായ രീതിയിൽ, കുറ്റമറ്റ രീതിയിൽ നിലകൊള്ളണമെന്നതുകൊണ്ടാണ് അന്നത്തെ ഏറ്റവും ബുദ്ധിമതിയാകുന്ന ആയിഷ ബി മുത്ത് റസൂലിന്റെ ജീവിതത്തിലേക്ക് വരുന്നത്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 53-ാമത്തെ വയസ്സിൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വേർപിരിഞ്ഞ ശൂന്യതയിൽ തൻ്റെ ജീവിതത്തിലേക്ക് ഭാര്യയായി കൊണ്ടുവരുന്നത് 65-കാരിയാകുന്ന അസ്മാ ബി റളിയല്ലാഹു അൻഹയെയാണ്. നീഗ്രോയായിരുന്നു, കറുകറുത്ത സ്ത്രീയായിരുന്നു. റസൂലുള്ളാഹി തങ്ങൾക്ക് 53 വയസ്സ്, അവർക്ക് 65 വയസ്സ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഹബീബായ നബി തങ്ങൾ ഈ ഒരു ബന്ധം കൊണ്ട് എന്താണ് വിചാരിച്ചത്? ഇന്നൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് യമു അറിയുന്നൊരു ടീമുണ്ട്, എക്സ് മുസ്ലിങ്ങൾ എന്നാണ് പേര്. താന്തോന്നിത്തം കാട്ടാൻ ഇസ്ലാം തടസ്സാവെന്ന് കരുതിയപ്പോൾ ഇസ്ലാമിൽ നിന്ന് മെല്ലെ റിവേഴ്സ് ചെയ്തവർ. പരിശുദ്ധ ദീനിനെ കുറിച്ച് പഠിച്ചില്ല, പരിശുദ്ധ ഖുർആൻ എന്ത്, ഹദീസുകൾ എന്തെന്ന് പഠിച്ചില്ല. ഓറിയന്റലിസ്റ്റുകൾ പണ്ട് വിസർജിച്ചു പോയ വൃത്തികെട്ട കുറെ വസ്തുതാവിരുദ്ധമായ ഇസ്ലാം വിമർശനങ്ങളെ ആശ്രയിച്ചു. എന്നിട്ട് ദീനിൽ നിന്ന് പുറത്തുപോയി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, അങ്ങനത്തെ ഏതെങ്കിലും ഒരു സാധനത്തിനെ യാദൃച്ഛികമായി കണ്ടുമുട്ടിയാൽ അള്ളാഹു ഇല്ല എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണോ നീ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയത് എന്ന് തൻ്റെ അടുത്തോടൊന്ന് ചോദിച്ചു നോക്കുക. നിങ്ങൾ ഈ പറയുന്ന കുറേ മാനദണ്ഡങ്ങളുണ്ടല്ലോ, സയന്റിഫിക് മെത്തേഡ്, ഹിസ്റ്റോറിക്കൽ മെത്തേഡ്, അതുപോലെയുള്ള ഏതെങ്കിലും ഒരു മാർഗം, ഫിലോസഫിക്കൽ മെത്തേഡ്, താത്വികമായ വിശകലനം, ഏതെങ്കിലും ഒരു മാനദണ്ഡം വെച്ച് ഈ മഹാപ്രപഞ്ചത്തിനൊരു സ്രഷ്ടാവില്ലെന്ന് കണ്ണുള്ളവന് പറയാൻ കഴിയില്ല, ചിന്താശേഷിയുള്ളവന് പറയാൻ കഴിയില്ല. അനന്തം അജ്ഞാതം അവർണ്ണനീയമായ ഈ മഹാപ്രപഞ്ചത്തെ ചൂണ്ടി സൂറത്ത് ഇബ്രാഹിമിന്റെ 10-ാമത് വചനത്തിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്, അഫില്ലാഹി ശക്കുൻ ഫാത്തിരി സമാവാതി വല്ലർദ്. ഈ മഹാണ്ഡഹടകത്തെ സൃഷ്ടിച്ച റബ്ബിൽ നിങ്ങൾക്ക് സംശയമാണോ? ആ സംശയത്തിനൊരു അർത്ഥമില്ല എന്നർത്ഥം. ഏതെങ്കിലും ഒരു യമുവിനെ കാണുമ്പോൾ നിങ്ങൾ ആധികാരികമായി ചോദിച്ചു നോക്കുക, അള്ളാഹു ഇല്ല, പ്രപഞ്ചത്തിനൊരു സ്രഷ്ടാവില്ല എന്ന് ഏതെങ്കിലും ഒരു മെത്തേഡ് അനുസരിച്ച്, നിങ്ങളൊക്കെ പറയുന്ന സയന്റിഫിക് മെത്തേഡ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രീതിശാസ്ത്രം അനുസരിച്ച് തെളിഞ്ഞിട്ടാണോ നീ ദീൻ വിട്ടതെന്ന് തലമ ചൊറിഞ്ഞിട്ട് പറയും മുഹമ്മദ് നബി എന്തിനാ ആയിഷ ബീവിനെ കെട്ടിയത്. അല്ലാതെ അള്ളാഹു ഇല്ല എന്ന് തെളിയിക്കാൻ ഭൂലോകത്ത് റിച്ചാർഡ് ഡോക്കിൻസ് മുതൽ സി രവിചന്ദ്രൻ വരെയുള്ള ഒരാൾക്കും സാധ്യമല്ല. ചോദിക്ക്. ആ സമയത്ത് അവർ പറയും എന്തിനാ ആയിഷ ബീവിനെ കെട്ടിയത് എന്ന്. ആയിഷ ബീവിനെ എന്തിനു കെട്ടി എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതിൻ്റെ താത്വികമായ വിശകലനത്തിക്കല്ല ഞാൻ പറയണത്. മുത്അമിന്റെ മകനുമായി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ നിക്കാഹ് ഉറപ്പിച്ചിരിക്കുമ്പോഴാണ് അള്ളാന്റെ റസൂലിന്റെ കല്യാണാലോചനയുമായി ഉമ്മറുമാനെ ഒരു മഹദി സമീപിക്കുന്നത്. ആയിഷ ബീവിയുടെ ഉമ്മയെ. റസൂലുള്ളാഹി തങ്ങളന്ന് കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ മുത്അമിന്റെ മരുമകളായിട്ട്, മജൂസിയായ മുത്അമിന്റെ മരുമകളായിട്ട് ആയിഷ ബീവി പോകുമായിരുന്നു 6-ാം വയസ്സിൽ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിച്ചിട്ട് 3 വർഷം അവരെ കൂട്ടിയില്ല ജീവിതത്തിലേക്ക്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറക നടക്കും, ഒന്ന് കൊണ്ടുപോണ്ടേ, നമുക്കൊരു പന്തലിടണ്ടേ, കല്യാണം നടത്തണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് അള്ളാഹുവിൻ്റെ കൽപ്പന വന്നപ്പോൾ 9-ാം വയസ്സിൽ മാത്രം. അവിടെയും നമുക്ക് ചിലതൊക്കെ പറയാനുണ്ട്. ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ പോലും വേണ്ട, ഈ നൂറ്റാണ്ടിൻ്റെ ഫസ്റ്റിൽ പോലും അങ്ങനത്തെ കല്യാണങ്ങളൊക്കെ സുലഭമാണ്. നമ്മുടെ ഇന്ത്യയിലെ മഹാഗുരുക്കളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കണം. ശ്രീ വിവേകാനന്ദ സ്വാമികളുടെ ഗുരുവാകുന്ന ഷിർദിശായി ബാവയടക്കം, ഇന്ത്യയുടെ ആദ്യത്തെ മഹാ സയന്റിസ്റ്റാകുന്ന രാമാനുജനടക്കം എല്ലാവരും 5 വയസ്സും 6 വയസ്സൊക്കെ ഉള്ള കുട്ടികളെ കെട്ടിയവരാണ്. ശ്രീരാമനടക്കം സീതയ്ക്ക് 5 വയസ്സുള്ളപ്പോഴാണ് കല്യാണം നടക്കുന്നത്. അതൊന്നും അല്ലെങ്കിലും ആർക്കും വിഷയമല്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞു ഏഷ്യാനെറ്റിനെ പറ്റി, അവർക്ക് വലിയ ചർച്ച ഇപ്പോൾ ഹൂറികളെ കുറിച്ചാണ്, സ്വർഗത്തിലെ ഹൂറികളെ കുറിച്ച്. ഇതൊക്കെ പറയുന്ന കേട്ടാൽ തോന്നും പരിശുദ്ധ ഇസ്ലാം ആരെയൊക്കെയോ കൊണ്ട് സോപ്പിട്ട് ഈ സ്വർഗത്തിന് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൂറിയാളെ ആദ്യമായിട്ട് സബ്മിറ്റ് ചെയ്താണ് അതെന്ന്. അല്ലെങ്കിലും അങ്ങനെ കുറേ വിമർശനങ്ങളുണ്ടല്ലോ. എന്ത് ഇസ്ലാം വാളെടുക്കാൻ പറഞ്ഞു, സ്വർഗം തരും എന്ന് പറഞ്ഞ് മോട്ടിവേഷൻ ചെയ്തു, എന്നിട്ട് കുറേ ആളുകളെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ സമ്പത്തൊക്കെ പിടിച്ചടക്കിയെന്ന്. അവിടുന്ന് മരിക്കുമ്പോൾ ഏതാനും നാഴി ഗോതമ്പ് പൊടിക്ക് വേണ്ടി അവിടുത്തെ പടയങ്കി അയൽവാസിയാകുന്ന ജൂതന്റെ വീട്ടിൽ പണയത്തിലായിരുന്നു എന്ന യാഥാർത്ഥ്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്കെങ്കിലും അറിയണം. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ കുറേ ആളുകളെ യുദ്ധത്തിന് വേണ്ടിയിട്ട് പുറത്തിറക്കിയിട്ട് അവരെ കൊണ്ട് യുദ്ധം ചെയ്ത് കുറേ മുതൽ സ്വരൂപ് കൂട്ടി എന്ന് പറയുന്നത്. യുദ്ധത്തിന് വേണ്ടി തയ്യാറാവുക, യുദ്ധം കൊണ്ട് മരണപ്പെടുന്ന ആളുകൾക്ക് വലിയ സന്തോഷം കിട്ടുക എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാം സമൂഹത്തിന് സമർപ്പിച്ച പുതിയൊരു ദർശനമൊന്നുമല്ല. അഥവാ പ്രാപ്സ്യസ്യേ സ്വർഗം ജിത്തോവാം ബോക്ഷസേ മഹിം ദശ്മാതുത്തിഷ്ടകൗന്ധേയ യുദ്ധായ കൃതനശ്ചയ. ശ്രീമദ് ഭഗവത്ഗീതയുടെ 2-ാം അധ്യായത്തിന്റെ 27-ാമത്തെ ശ്ലോകം അങ്ങനെയാണ്. അഥവാ പ്രാപ്സ്യസ്യേ സ്വർഗം, ഈ യുദ്ധത്തിൽ നീ മരണപ്പെട്ടാൽ സ്വർഗം പ്രാപിക്കാം. ജിത്തോവാം ബോക്ഷസേ മഹിം, നീ വിജയിച്ചാലോ ഈ ഭൂമിയെ അനുഭവിക്കുകയും ചെയ്യാം. ദശ്മാത്, അതുകൊണ്ട് ഉത്തിഷ്ഠ കൗന്ധേയ, കുന്തിയുടെ പുത്രനാവുന്ന അർജുന എഴുന്നേൽക്കുക, യുദ്ധായ കൃതനിശ്ചയ, യുദ്ധം ചെയ്യാൻ നിശ്ചയിച്ചുകൊണ്ട്. ഇത് ഗീതയുടെ വർത്താനാണ്. യുദ്ധത്തെ വിമർശിക്കാനല്ല ഞാനിത് പറയണത്. അനിവാര്യമായ സന്ദർഭങ്ങളിൽ ലോകചരിത്രത്തിൽ അനുസ്യൂതം അത് തുടർന്നിട്ടുണ്ടെന്ന് പറയാൻ. ഈ യുദ്ധം ചെയ്ത് മരിച്ചു പോകുന്ന ആളുകൾക്ക് ശ്രീ മഹാഭാരതത്തിൻ്റെ വനപർവ്വത്തിൻ്റെ 168-ാം കാണ്ഡത്തിൻ്റെ 6-ാം മണ്ഡലത്തിൻ്റെ 7-ാമത്തെ സൂക്തത്തിൽ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ, ആയിരക്കണക്കിന് മനോഹരമായ സ്വർണ്ണ നിറമുള്ള അപ്സരസ്സുകൾ അവരെ മാടി വിളിക്കും എന്നാണ്. ഏഷ്യാനെറ്റുകാർ ഇന്ന് ചർച്ച ചെയ്തതിൻ്റെ പേരാണ് ഹൂറികൾ. ഹൂറികൾ സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ ആയിരക്കണക്കിന് അപ്സരസ്സുകൾ. മഹാഭാരതത്തിന്റെ തന്നെ 13-ാം അധ്യായത്തിന്റെ 79-ാം കാണ്ഡത്തിന്റെ 27-ാമത്തെ ശ്ലോകത്തിൽ ആയിരക്കണക്കിന് സുന്ദരമായ നിതംബങ്ങളുള്ള സ്ത്രീകൾ അവരെ കാത്തിരിക്കുന്നു എന്നാണ് ഹൂറികൾ. കൂടുതൽ ഇനിയും എനിക്ക് ഉദ്ധരിക്കാൻ പറ്റും. വെറും മഹാഭാരതം മാത്രമല്ല, അഥർവവേദത്തിന്റെ 4-ാം അധ്യായം 34-ാം കാണ്ഡം 2-ാമത്തെ മണ്ഡലം കൃത്യമായി പറയുന്നത് സ്വർഗത്തിൽ അവൻ സ്ത്രീകളുമായി സഹവാസം ആസ്വദിക്കുന്നു എന്നാണ്. മരണപ്പെട്ടവർക്കാണ് ഈ പറയണത്, യുദ്ധത്തിൽ മരണപ്പെട്ടവർക്ക്. ഇനിയും അவ்விധം കുറേ സംഗതികൾ നമുക്ക് കാണാൻ പറ്റും. ഞാൻ സൂചിപ്പിക്കുന്നത് ഇതൊരു മതതാരതമ്യ വേദിയൊന്നുമല്ല, ഒരു വിമർശന പ്രസംഗം ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ പരിശുദ്ധ ഇസ്ലാമിനെ പരിഹസിക്കാൻ ഒരു ബന്ധവുമില്ലാത്ത വിധം, യാതൊരു ബന്ധവുമില്ലാത്ത ഹൂറികളെയും മദ്യപ്പുഴകളെയും ഇന്ന് പോലും ഏഷ്യാനെറ്റ് പോലെയുള്ള ചാനലുകൾ ചർച്ച ചെയ്യുമ്പോൾ കണ്ണാടി ഒന്ന് മുഖത്ത് നേരെ പിടിക്കണം എന്ന് പറയാൻ നമുക്ക് അവകാശമുണ്ടല്ലോ. കണ്ണാടി ഒന്ന് സ്വന്തം മുഖത്തിന്റെ നേരെ പിടിക്കണം എന്ന് പറയാൻ അവകാശമുണ്ട്. ആയിരക്കണക്കിന് വലിയ സൗന്ദര്യമുള്ള നിതംബങ്ങളുള്ള അപ്സരസ്സുകളാകുന്ന ഹൂറികൾ ഇവരെ കാത്തിരിക്കുന്നു എന്ന് കൃത്യമായി പറയുന്നുണ്ട്. എന്നെ കല്യാണം കഴിക്കൂ എന്നാണ് മഹാഭാരതം 12-ാം അധ്യായത്തിൽ പറയണത്. ആയിരക്കണക്കിന് പെണ്ണുങ്ങൾ വന്ന് തിരക്കൂട്ടിയിട്ട് പറയത്രേ, ഇവർ സ്വർഗത്തിലെത്തുമ്പോൾ എന്നെ കല്യാണം കഴിക്കുക, എൻ്റെ ഭർത്താവാകുന്നു. ഇത് മറച്ചു വെച്ചിട്ട് ആരും തന്നെ നല്ല പിള്ള ചമയരുത്. AP ഉസ്താദ് എന്ന് പറയുന്ന ലോകം മാനിക്കുന്ന മഹാപണ്ഡിതൻ പരിശുദ്ധ ദീനിന്റെ ഒരു ഹുക്കുമ് പറഞ്ഞതിന് പിറകെ കൂടി ഭത്സിക്കാനാണ് ശ്രമമെങ്കിൽ കുറച്ച് ശ്ലോകമൊക്കെ എല്ലാവരും ചെല്ലേണ്ടി വരുമെന്ന് ഈ വിശുദ്ധമായ സദസ്സിൽ ഓർമ്മപ്പെടുത്തേണ്ടി വരികയാണ്. ദീന് പറയുമ്പോൾ എന്തുകൊണ്ട് ഇവർക്കൊക്കെ ഇംവിധം വിമ്മിട്ടം വരുന്നു, അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഇന്ന് മൗലികത നിലനിർത്തുന്ന ഏക ദർശനം പരിശുദ്ധ ഇസ്ലാമാണ്. അത് ലോകത്തെ നിയന്ത്രിക്കുന്ന ക്യാപിറ്റലിസ്റ്റുകൾക്കും മറ്റ് ദർശനക്കാർക്കും വലിയ ഭീഷണിയുമാണ്. അവരെ വെട്ടും കൊല്ലും നശിപ്പിക്കുന്നുള്ളതല്ല, അവരുടെ ധനാഗമന മാർഗങ്ങളാകുന്ന ഏത് സംഗതിയും നമ്മൾ പരിശോധിക്കുക.
പരിശുദ്ധ ഇസ്ലാമുമായി നേരിട്ടത് കൂട്ടിമുട്ടുന്നു. ക്യാപിറ്റലിസം പണം കൂട്ടാൻ വേണ്ടി മാത്രം ലോകത്ത് വഞ്ചന ചെയ്തുകൊണ്ടിരിക്കുന്നു. പൂഴ്ത്തിവെപ്പ് വഞ്ചന പോലെയുള്ളത് പരിശുദ്ധ ഇസ്ലാം കർശനമായി നിരോധിച്ചിരിക്കുന്നു. അവരുടെ എല്ലാ വ്യാപാരവും പലിശയിൽ അധിഷ്ഠിതമായി വയ്ക്കുന്നു. പലിശ ബാധിച്ചയാൾ നാളെ പരലോകത്തേക്ക് എഴുന്നേൽക്കുന്നതിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ മനോഹരമായി വർണ്ണിക്കുന്നുണ്ട്. 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 275-ാമത്തെ വചനത്തിൽ ലാ യഖൂമുന ഇല്ലാ കമാ യഖൂമുല്ലദി യതഖബ്ബത്തുഹു ശൈത്വാനു മിനൽ മസ്. ഭ്രാന്ത് പിടിച്ചവനെ പോലെ ആയിരിക്കും അവർ എഴുന്നേൽക്കുന്നത്. പലിശയെ ഒരർത്ഥത്തിലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. സെക്സ് ബിസിനസ് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. സെക്സ് ടൂറിസം ഇസ്ലാം അംഗീകരിക്കുന്നില്ല. പോണോ ബിസിനസ് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. പെണ്ണുങ്ങളെ പ്രദർശിപ്പിച്ചുള്ള ഒരു ബിസിനസ്സും ഒരു കുതന്ത്രവും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. എക്സിക്യൂട്ടീവ് പുരുഷനെ പ്രതിഷ്ഠിക്കുമ്പോൾ ഫുൾ ഡ്രസ്സ് ധരിച്ച് ഫുൾ സ്ലീവ് ഷർട്ട് ഇട്ട് ഷോക്സും സൂസൂട്ട് അവസാനം ഇവിടെ പോലൊന്നും കാണാതിരിക്കാൻ എം കൃഷ്ണൻ നായർ പറഞ്ഞതുപോലെ ഒരു കണ്ട കൗബീനിയൊക്കെ ധരിച്ചിട്ട് അവർ കൊണ്ടുവരുന്നു. എന്നാൽ എക്സിക്യൂട്ടീവ് പെണ്ണിനെ പറയുമ്പോഴോ മുഴുവൻ അഴിച്ചിട്ട് ആ ഒരു മാംസ ഗോപുരമായി അവർ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരെ ഓഫീസിൽ വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ഇവർ സ്റ്റാഫുകളാവണമെന്ന് ഇത്തരം ബിസിനസ് മോഹികളാവുന്ന ഈ ക്യാപിറ്റലിസ്റ്റുകളും അവരെ പിന്തുണക്കുന്നവരും വല്ലാതെ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പെണ്ണിനെ പറഞ്ഞു കയറ്റുന്നു. വിവാഹം പാടില്ലെന്ന് ഫെമിനിസ്റ്റുകൾ പറയുന്നു. വിവാഹം എന്ന് പറഞ്ഞാൽ കുടുംബജീവിതത്തിന്റെ തുടക്കമാണ്. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ പീഡനമാണ് എന്നാണ് അവർ സമർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നീ കുടുംബജീവിതം നയിക്കരുത്, നിനക്ക് സുരക്ഷിതമായ ഒരു ജീവിതം ഉണ്ടാവരുത്. പിന്നെയോ നിന്റെ ലൈംഗിക താല്പര്യത്തിന് വേണ്ടി നീ ആടണം, പാടണം, നീ പറക്കണം, എവിടെയും ചെന്നെത്തണം, ആർക്കും നീ കീഴടങ്ങണം. തൊഴിലിടങ്ങളിൽ നിന്നെ പീഡിപ്പിക്കല്ല, നിന്നെ വല്ലാതെ സ്വതന്ത്രമാക്കാണ് എല്ലാവരും ചെയ്യുന്നത്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുണ്ട്. വാതിൽ മുട്ടിയിട്ട് തുറന്നുകൊടുത്തില്ലെങ്കിൽ 19 ഷോട്ട് നടത്തി പീഡിപ്പിക്കുമെന്ന് ഉറക്കെ പറഞ്ഞ വനിതാ നടിമാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. എന്നിട്ട് പറയാം ഇതാണ് സ്വാതന്ത്ര്യം. കുടുംബജീവിതം നയിക്ക് ഭർത്താവിനൊരു ചായ കൊണ്ടുപോയി കൊടുക്കുന്നത് പാരതന്ത്ര്യമാണ്, അടിമത്തമാണ്. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തിരി ഡ്രസ്സ് മാത്രം ധരിച്ച് നീ ഓഫീസിൽ വരണം, മാനേജർക്ക് ചായ കൊണ്ടുപോയി കൊടുക്കണം, അയാളുടെ ഗ്ലാസ് കഴുകി വെക്കണം, അയാൾ കഴിച്ചിട്ട പഴത്തൊലി നീ കൊണ്ടുപോയി ഉപേക്ഷിക്കണം. ഇത് സ്വാതന്ത്ര്യമാണെന്ന് നീ തെറ്റിദ്ധരിക്കുകയും വേണം. ഇത് പാടില്ലെന്ന് പറയാൻ ആരെങ്കിലുമൊക്കെ ഇവിടെ വേണ്ടേ? ക്യാപിറ്റലിസം മുന്നോട്ട് വെക്കുന്ന എല്ലാ ധനാഗമന മാർഗത്തെയും അതിൻ്റെ വൃത്തികേട് കൊണ്ട് ഇസ്ലാം എതിർക്കുന്നു. വെറുതെ കയറി എതിർക്കണതല്ല. അപ്പൊ എങ്ങനെയെങ്കിലും ഇസ്ലാമിനെ മാനം കെടുത്തണമെന്ന് ഈ കുത്തക മുതലാളിമാരെല്ലാവരും തീരുമാനിക്കുന്നു. അതോടൊപ്പം ലോകത്തെ ഏറ്റവും കൂടുതൽ വളർന്നു വരുന്ന ആദർശം ഇസ്ലാമാണ്. 2050 ആവുമ്പോഴേക്ക് ലോകത്തെ ഏറ്റവും വലിയ മതമായി അത് മാറും. വല്ലാതെ പോവേണ്ട, 2035 ആവുമ്പോഴേക്ക് അത് സംഭവിക്കുമെന്ന് മറ്റു ചില യൂറോപ്യൻ അക്കാഡമിക പഠനങ്ങളുണ്ട്. യൂറോപ്പിലൊക്കെ ഇസ്ലാം കുതിച്ചു വലുതായിക്കൊണ്ടിരിക്കുന്നു. ഇസ്ലാം എല്ലായിടത്തും വ്യാപിക്കുകയും ലോകത്തെ ഏറ്റവും വലിയ മതമായി മാറുകയും ചെയ്താൽ ഇവർ മുന്നോട്ട് വെക്കുന്ന ഈ വൈകൃതങ്ങൾക്ക് സ്വാധീനമില്ലാതെ പോകും. അവരുടെ വരുമാനം മുടങ്ങിപ്പോകും. നിരവധിയായ ആണുങ്ങൾ പെണ്ണുങ്ങളാണെന്ന് പറഞ്ഞു കയറ്റിയിട്ട് അവർ 12ലധികം മേജർ സർജറികളും അനുബന്ധമായ കുറേ പ്ലാസ്റ്റിക് സർജറികളും നടത്തി 30-40 ലക്ഷം പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു. മറിച്ചും LGBTQIA+ ആക്ടിവിസ്റ്റ് എന്നും പറഞ്ഞ് ഇതിനെ പൊലിപ്പിച്ചുകൊണ്ടിരിക്കണം. എങ്കിലേ ക്യാപിറ്റലിസ്റ്റുകളുടെ പണസഞ്ചിയിൽ ഡോളറുകൾ കുമിഞ്ഞുകൂടുകയുള്ളൂ. ഒരാൾക്ക് ആണിൻ്റെ കോലം കെട്ടണമെന്നുണ്ടെങ്കിൽ, ഒരു പെണ്ണിന് ആണിൻ്റെ കോലം കെട്ടണമെന്നുണ്ടെങ്കിൽ, ഒരു ആണിന് പെണ്ണിൻ്റെ കോലം കെട്ടണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് 12ലേറെ സർജറി വേണം. അതിനെത്രമാത്രം സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് വേണം, മെഡിസിൻസ് വേണം, ആശുപത്രിവാസം വേണം, തുന്നാൻ നൂല് വേണം, പിന്നീടുള്ള ബ്ലീഡിങ്ങിനെ തരണം ചെയ്യാൻ വേണ്ടി മെൻസസ് പാഡുകളുടെ ലോഡ് വേണം. ആശുപത്രി അറേഞ്ച്മെൻറ്റ് വേറൊരു സംഗതിയാണ്. അതിൻ്റെ 2 വർഷം മുന്നേ നടത്തേണ്ട ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് വളരെ കോസ്റ്റിയാണ്. ഈ സർജറിയൊക്കെ കഴിഞ്ഞാൽ മരിക്കുവോളം ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് മാസാമാസം തുടർച്ചയായി തെറ്റാതെ നടത്തിക്കൊണ്ടിരിക്കണം. അതിനും വലിയ സമ്പത്ത് വേണം. ഇതെല്ലാം എത്തിച്ചേരുന്ന കുറേ കുത്തക മുതലാളികളുണ്ട്. ഇവർ ഇസ്ലാമിനെ സമ്മതിക്കാൻ പ്രയാസമാണ്. എന്തുകൊണ്ട്? ഇങ്ങനെ ഒരുത്തൻ കത്തിയെടുത്തിട്ട് അവരുടെ ലൈംഗിക ഭാഗം ഡെക്കറേഷൻ ചെയ്യാനിറങ്ങിയാൽ പരിശുദ്ധ ഇസ്ലാം പാടില്ലെന്ന് പറയും, ഒപ്പം ചേർന്ന് നിൽക്കാൻ പാടില്ലെന്ന് പറയും. മദ്രാസ് ഹൈക്കോടതിയിൽ ഇന്നലെയാണ് ഒരു വിധി വന്നത്. പെണ്ണിന്റെ ബാക്കിൽ നിൽക്കുന്നത് പീഡനം, തോളിൽ കൈവെക്കുന്നത് പീഡനം, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത് പീഡനം. എന്തേ 6-ാം നൂറ്റാണ്ടിക്ക് ബസ് കയറണോ മദ്രാസ് ഹൈക്കോടതി? മദ്രാസ് ഹൈക്കോടതി 6-ാം നൂറ്റാണ്ടിക്ക് പോകണോ? പെണ്ണിനെന്താ ഒന്നിച്ചൊന്ന് എക്സസൈസ് ചെയ്താൽ എന്നാണ് ചോദ്യം. പല ജിംനേഷ്യത്തിൻ്റെയും ബോർഡ് കാണുന്നു. അർദ്ധനഗ്നകളാകുന്ന പെണ്ണും ആണും ഒന്നിച്ചു നിന്ന് പുഷപ്പ് ചെയ്യുന്നു.
ഒന്നിച്ചു നിന്നവർ ഭാരം പൊക്കിക്കൊണ്ടിരിക്കുന്നു, ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നീട് മറ്റു ചില വാർത്തകൾ വരുന്നു. ഒരു വാർത്തയും വന്നില്ല. അവരൊക്കെ വലിയ ഉഷാറുള്ളവരാണെങ്കിലും പരിശുദ്ധ ഇസ്ലാം അത് സമ്മതിക്കുന്നില്ല. അത് പറയാൻ ആർജവമുള്ള പണ്ഡിതന്മാർ എന്നും മുന്നിലുണ്ടാകും. ഈ ആദർശ സമ്മേളനത്തിൽ പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ ദർശനവും വിശ്വാസവും കർമ്മവും സുഭദ്രമാണെന്ന് വസ്തുനിഷ്ഠമായി പ്രമാണബദ്ധമായി തെളിയിക്കാൻ ഈ ഒരു ആദർശ പ്രസ്ഥാനത്തിന് സാധിക്കുമെന്ന വിവരം എല്ലാവരും മനസ്സിലാക്കണമെന്ന്, നമുക്ക് ഉറക്കെ പറയാൻ ഈ ഒരു സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കൂടുതൽ ഊർജ്ജസ്വലരാവണം. പണ്ഡിതന്മാർ നിരവധി കാണുന്നുണ്ട്, നിരവധിയായ മുതഅല്ലിമീങ്ങൾ ഉണ്ടാവാൻ. നമ്മുടെ വിജ്ഞാനം നിരന്തരം അപ്ഡേഷൻ ചെയ്തുകൊണ്ടിരിക്കണം. കാലികമായ വെല്ലുവിളിയെക്കുറിച്ച് നമ്മൾ ഉദ്ബുദ്ധരാവണം. ഇസ്ലാമിനെ മൂക്കിൽ പരുത്തി വെച്ച് കടത്തിയാൽ എല്ലാ തോന്നിയാസവും ഇവിടെ നടക്കുമെന്ന് വിചാരിക്കുന്ന കുറേ ആളുകളുണ്ട്. രണ്ട് വിധത്തിലാണ് അവർ മതത്തെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഒന്ന്, മതത്തെ തെറ്റിദ്ധരിപ്പിച്ച് കുറേ ആളുകളൊക്കെ മതത്തിൽ നിന്ന് ഊർത്തിക്കൊണ്ടുപോവുക. മറ്റൊന്ന്, മതത്തെ സ്നേഹിക്കുന്നവരുടെ ഉള്ളിൽ സംശയങ്ങൾ നിറച്ചുകൊണ്ടിരിക്കുക, അവരെയൊക്കെ ലിബറൽ ചിന്തയിലേക്ക് കൊണ്ടുവരിക. ഇസ്ലാമൊക്കെ പാലിക്കുമ്പോൾ തന്നെ അവരിഷ്ടപ്പെടുന്നതായ തോന്നിയാസങ്ങളൊക്കെ ചെയ്യുന്ന തലത്തിലേക്ക് അവരുടെ മനം മാറ്റം നടത്തുക. രണ്ടും ശ്രദ്ധയോടുകൂടെ, വളരെയേറെ ഊർജ്ജസ്വലതയോടുകൂടെ കാവൽ നിന്ന് പ്രതിരോധിക്കാൻ പണ്ഡിതരാകുന്ന നമ്മൾ കടപ്പെട്ടവരാണ്, ബാധ്യസ്ഥരാണെന്ന് ഈ ആത്മീയ സമ്മേളനത്തിൻ്റെ പ്രമേയമായി നമ്മുടെയൊക്കെ മനസ്സിൽ ഉല്ലേഖനം ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വലിയ പണ്ഡിതന്മാർ സംസാരിക്കേണ്ട ഈ ഒരു വേദി, ഇതുവരെയും വലിയ പണ്ഡിതന്മാരുടെ പ്രഭാഷണമാണ് നമ്മൾ കേട്ടത്. വലിയ സന്തോഷത്തോടു കൂടെയാണ്, നേരത്തെ പലരും പറഞ്ഞതുപോലെ, ഈ ഹസനിയയുടെ അങ്കണത്തിൽ ഞാനുള്ളത്, നിങ്ങളൊക്കെയുള്ളത്. കാരണം ദീനിനെതിരെ വരുന്ന എല്ലാ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും വിമർശനങ്ങളെയും കുപ്രചാരണങ്ങളെയും തടയാനും ശക്തമായി പ്രതിരോധിക്കാനും പറ്റുന്ന വലിയൊരു നിരയെ, രാജ്യത്തെ മാനിക്കുന്ന, നിയമങ്ങളെ അംഗീകരിക്കുന്ന, മതരാഷ്ട്രവാദം നടത്തിയേ പറ്റുള്ളൂ എന്ന് ഒരിക്കലും പറയാത്ത, ജനാധിപത്യ മൂല്യങ്ങളെ പരിഗണിക്കുന്ന ഒരു നല്ല വിദ്യാർത്ഥി വ്യൂഹം വലിയ ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ ഇവിടെ രൂപപ്പെട്ടു വരുന്നു. അവരിലാണ് നമ്മുടെ പ്രതീക്ഷ. അത്തരം ആളുകളിലാണ് നമ്മൾ പ്രതീക്ഷ വെക്കേണ്ടത്. അതുകൊണ്ട് മുതഅല്ലിമീങ്ങൾക്കും ഹാഫിളീങ്ങൾക്കും ആലിമീങ്ങൾക്കുമുള്ള എല്ലാ സംവിധാനങ്ങളും, ലൈബ്രറിയും, ഗവേഷണത്തിനാവശ്യമായ എല്ലാ ഫണ്ടും, ഇതേ ഒരു ഖുർആൻ റിസർച്ച് സെൻറ്റർ വരാൻ പോകുന്നു. അത് പരിശുദ്ധ ഖുർആനിനെ വേണ്ട വിധം പഠിക്കാനും പ്രചരിപ്പിക്കാനുള്ള മഹാകേന്ദ്രമായി മാറേണ്ടതുണ്ട്. നിങ്ങളുടെ ശ്രദ്ധയുണ്ടാവണമെന്ന് ഒരു അതിഥി എന്ന രീതിയിൽ ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമ്മെ അള്ളാഹു നന്മ ഉടയവരിൽ ഉൾക്കൊള്ളിക്കുമാറാവട്ടെ. നല്ലവരോടൊപ്പം ജീവിക്കാനും നല്ലവരോടൊപ്പം മരണപ്പെടാനും നല്ലവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.